എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് 133-ാം സങ്കീർത്തനം ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ പുതിയ നിയമസഭയുടെ ഒരു ചിത്രം വരച്ചു വച്ചിരിക്കുകയാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയുടെ കൂട്ടത്തെ ആത്മകണ്ണുകളാൽ കണ്ട് എഴുതുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ദൈവസഭ കൂടുന്നത് എത്ര മനോഹരമാണ്, അതെത്ര ശുഭമാണ്. എന്നിട്ട് പറയുകയാണ്, ഒത്തിരി വിവരണങ്ങൾ കൂടാതെ ഞാൻ ഈ സന്ദേശം തരാം. അവിടെയല്ലോ ദൈവത്തിൻ്റെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും യേശുവിലാണ്. യേശുവിനെയാണ് ദൈവം സകലത്തിനും മേലിൽ ഉയർത്തിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം. എന്നാൽ സകല അനുഗ്രഹവും അടങ്ങിയ യേശുവിനെ ദൈവം ഇന്ന് സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എല്ലാം നിറയ്ക്കുന്ന നിറവായ സഭയ്ക്ക് അവനെ കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല അനുഗ്രഹവും അത് യേശുവിലും, ആ യേശു ഇന്ന് സഭയിലുമാണ്. അതിൻ്റെ അർത്ഥം ഇന്നൊരുവൻ അനുഗ്രഹിക്കപ്പെടുവാനുള്ള മാർഗമെന്ന് പറഞ്ഞാൽ സഭയുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. യേശുവിലാണ് അനുഗ്രഹം, പക്ഷെ ആ യേശു എന്ന സഭയിലാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്തു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കൂടുന്ന ആ കൂട്ടായ്മ ഉണ്ടല്ലോ, അത് ചെറിയൊരു സ്ഥലമല്ല, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹമുള്ള സ്ഥലമാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയെ സ്നേഹിക്കണം, സഭയെ സ്നേഹിക്കണം. അവിടെയല്ലോ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ശാശ്വതമായ ജീവനുള്ളത്. ചർച്ചിനെ അവഗണിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചർച്ച എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗമായിരിക്കണം. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും നിമിത്തം നിങ്ങൾ ഓൺലൈൻ ചർച്ച ഒന്നും ആകരുത് കേട്ടോ. നിങ്ങൾക്ക് ഫിസിക്കലായി ചെന്ന് കൂടി കർത്താവിനെ ആരാധിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചു. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർക്കെല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. നിങ്ങളെ ധാരാളം കൃപ കൊണ്ട് നിറയ്ക്കുന്ന ഇടമാണ് നിങ്ങളുടെ കൂട്ടായ്മ. ഈ തോതിൽ ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നു. നിങ്ങൾ ഈ ഒരു വെളിപ്പാടിൽ നിങ്ങളുടെ കൂട്ടായ്മയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ സത്യമായിട്ടും പറയാം, നിങ്ങൾ ഒരു കൂട്ടായ്മ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ മേലൊരു ജീവൻ വ്യാപരിച്ചിരിക്കും. യെസ്, ദൈവം നിങ്ങൾക്ക് തന്ന ചർച്ചിനായിട്ട് നന്ദി പറയാം, നിങ്ങളുടെ ലീഡർഷിപ്പിനായിട്ട് നന്ദി പറയാം, നിങ്ങളെ നടത്തുന്ന ഇടയനായിട്ട് നന്ദി പറയാം. സ്തോത്രം. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന സ്ഥലമാണ്. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച ഹന്ന ഒരു പ്രവാചകനെ പുറത്തു കൊണ്ടുവന്നു. ആലയത്തിൽ ചിലവഴിച്ച യോശുവ ഒരു ലീഡറായി മാറി. ആലയത്തിൽ വളർന്ന ഒരു വ്യക്തി രാജാവായി മാറ്റപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ രാജാവാക്കുന്ന സ്ഥലമാണ്, നിങ്ങളെ പ്രവാചകനാക്കുന്ന സ്ഥലമാണ്, നിങ്ങളെ ലീഡറാക്കുന്ന സ്ഥലമാണ് ആലയം. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ നിറഞ്ഞിരിക്കുക. നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സമായിട്ട് ചിലപ്പോൾ കൂട്ടായ്മ അതൊരു വിഷയമായിരിക്കും. അതുകൊണ്ട് കൂട്ടായ്മയെ അവഗണിക്കരുത്, ചർച്ചിനെ ചെറുതായിട്ട് കാണരുത്. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെടാൻ ചർച്ചുമായിട്ടുള്ള കണക്ഷൻ വിട്ടുകളയരുത്. പൗലോസിനോട് ഒരിക്കൽ യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തിന്? ശൗൽ അവിടുത്തെ ഒരു ചെറിയ കൂട്ടത്തെയാണ് തൊട്ടത്, പക്ഷെ ദൈവം പറയും നീ എന്നെ തൊട്ടത്. അപ്പോൾ സഭയെന്ന് പറഞ്ഞത് ബോഡി ഓഫ് ക്രൈസ്റ്റാണ്. നിങ്ങൾക്കതിനകത്ത് ഒരു ഭാഗമാകാൻ ലഭിച്ചത് വളരെ ഭാഗ്യമാണ്. അക്ഷരിക കണ്ണുകൊണ്ട് കാണരുത്, വചനത്തിൻ്റെ കണ്ണുകൊണ്ട്, ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കാരണം ഈ ദൂത് നിലനിൽക്കുന്ന അനുഗ്രഹത്തിനും ജീവനും വേണ്ടിയാണ്. അത് സഭയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സഭയെ സ്നേഹിക്കുന്ന കർത്താവ്, യേശുവിൻ്റെ ശരീരമായ ദൈവസഭയെ ഞങ്ങൾ സ്നേഹിക്കും. കർത്താവെ, സഭയിൽ അങ്ങ് വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു. യേശുവെ, ഹല്ലേലൂയ. കർത്താവെ, സ്ഥലത്തിൻ്റെ നിറവായ യേശുവിനെ കർത്താവെ സഭയ്ക്ക് നൽകി സഭയിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കും. കർത്താവെ, അവർ ആയിരിക്കുന്ന സഭയ്ക്കായി പ്രാർത്ഥിക്കും. കർത്താവ്, സഭയോട് ചേർന്ന് നിന്ന് സഭയുടെ അനുഗ്രഹവും ജീവനും പ്രാപിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ലീഡർഷിപ്പിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളെ നടത്തുന്ന അഭിഷിക്തന്മാർക്കായി സഭയ്ക്കായെല്ലാം സ്തോത്രം ചെയ്യുന്ന പിതാവേ, കർത്താവെ, സഭയുടെ അനുഗ്രഹങ്ങളാൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. സകല നന്മകൾ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ സൗഖ്യത്തിനായിട്ടും നിങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ടും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുപ്പ, ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ രോഗികളായിട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. ആ രോഗത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ആ ദീനം മാറട്ടെ. ആ പനി അവളെ വിട്ടു മാറി. അവൾ സൗഖ്യം പ്രാപിച്ചു എന്ന വചനം പോലെ ഇപ്പോൾ അവർ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ഞാൻ, കുടുംബമായിട്ട് ഞങ്ങൾ ഈ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുന്നു. രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ, കടത്തിൽ നിന്ന് പുറത്തു വരട്ടെ, നിരാശയിൽ നിന്ന് പുറത്തു വരട്ടെ. ചില മാനസികമായ ബുദ്ധിമുട്ടിനാൽ തകർന്നിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ തന്നെ ഈ ജനത്തെ അനുഗ്രഹിച്ച് വിടുവിച്ച് സൗഖ്യമാക്കുന്നു. അഭിവൃദ്ധിയിലും ഐശ്വര്യത്തിലും നിൽക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്താലും നിങ്ങൾ നിറയപ്പെട്ടിരിക്കുക. ശലോം.